ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ 4ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻസംബിൾ എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ കാതൽ എന്ന് വിളിക്കാവുന്ന ഒരു കൺസെപ്റ്റ് അഥവാ ഒരു ഐഡിയ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻസംബിൾ എന്ന് പറഞ്ഞാൽ. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻസംബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് മാക്രോസ്കോപ്പിക്കലി ഐഡൻറ്റിക്കൽ but independent systems. Note the terms macroscopically identical but independent systems. എന്താണിത്? ഇതിൻ്റെ യഥാർത്ഥ ആശയമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസായ നമുക്കൊരു സിസ്റ്റം തന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസായ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം ഇതൊക്കെ മെഷർ ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കും അതിനെക്കുറിച്ച് പഠിക്കുന്നത് അല്ലേ? പക്ഷെ നമുക്കറിയാം ആ സിസ്റ്റം പല ഇൻസ്റ്റൻറ്റിലും അത് പല പല സ്റ്റേറ്റുകളിലായിരിക്കും ഇരിക്കുന്നതെന്ന് അല്ലേ? ദ പാർട്ടിക്കിൾസ് വിൽ ബി ഇൻ ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റ് അറ്റ് എ ഡിഫറെൻറ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം അല്ലേ? അതായത് നമുക്കറിയാം ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തിരിക്കുന്നത് ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് കൊണ്ടാണ് അല്ലേ? ഒരു സിസ്റ്റം അസംഖ്യം മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് പല രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അറേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ട് അതിൻ്റെ മൈക്രോ സ്റ്റേറ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. മൈക്രോ സ്റ്റേറ്റുകൾ ഡിഫറെൻ്റ് ആകും അല്ലേ? പക്ഷേ മാക്രോ സ്റ്റേറ്റ് മാറണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം മൈക്രോ സ്റ്റേറ്റും മാക്രോ സ്റ്റേറ്റും പഠിച്ചപ്പം പറഞ്ഞായിരുന്നു. ഇപ്പം 2 പാർട്ടിക്കിൾസുള്ള സിസ്റ്റത്തിന് നമുക്ക് 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അത് മാക്രോ സ്റ്റേറ്റിലാണ് എങ്കിൽ. പക്ഷേ അതൊരു മൈക്രോ സ്റ്റേറ്റ് ആകുമ്പോഴത്തേന് ആ 2 തന്നെ 2 കളറായിട്ട് എടുക്കുകയാണെങ്കിൽ റെഡും ബ്ലൂ ആകാം അല്ലേ? ഒന്നുകിൽ ഫസ്റ്റ് ഇതിൽ റെഡ് ആകാം അല്ലേ? 2 റെഡും ബ്ലൂ ആകാം അല്ലേ? അതിൻ്റെ ഡിസ്റ്റിങ്ക്വിഷ് എന്തായിരിക്കും? 2 ഒരു 3 പാർട്ടിക്കിൾ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഒരു 2-1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 3 പാർട്ടിക്കിൾ സിസ്റ്റമാണ്. അപ്പോൾ 3 പാർട്ടിക്കിൾ നമുക്ക് ഫസ്റ്റിൽ മൈക്രോ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ റെഡും ഗ്രീനും ഒരുമിച്ച് വരുമ്പോൾ ഇപ്പുറത്ത് ബ്ലൂ വരും. റെഡും ബ്ലൂവും ഒരുമിച്ച് വരുമ്പോൾ ഇവിടെ ഇപ്പുറത്ത് ഗ്രീൻ വരും. ഗ്രീനും ബ്ലൂവും കൂടെ വരുമ്പം രണ്ടാമത്തെ ഇതിൽ റെഡ് വരും. അങ്ങനെ മൈക്രോ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യും? ഡിഫറെൻ്റ് ആയിരിക്കും ഇല്ലേ? അപ്പം ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് മൈക്രോ സ്റ്റേറ്റുകൾ മാറും. പക്ഷേ മാക്രോ സ്റ്റേറ്റുകൾ മാറണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ഡിഫറെൻ്റ് മൈക്രോ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സിസ്റ്റത്തെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഐഡൻറ്റിക്കൽ മാക്രോ സ്റ്റേറ്റുകൾ ഉള്ള ഒന്നിലധികം സിസ്റ്റമായിട്ട് പരിഗണിക്കാൻ കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എൻസംബിൾ. ഡിഫറെൻ്റ് മൈക്രോ സ്റ്റേറ്റുകൾ ഉള്ള ഒരു സിസ്റ്റം, അതിൻ്റെ ഐഡൻറ്റിക്കൽ മൈക്രോ സ്റ്റേറ്റുകൾ ഉള്ള ഒരു സിസ്റ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ, ഐഡൻറ്റിക്കൽ ബട്ട് ഇൻഡിപെൻഡൻറ്റ് മൈക്രോ സ്റ്റേറ്റുകളുള്ള ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എൻസംബിൾ. നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ ഫിഗറിൽ കാണുന്ന ഫസ്റ്റ് ഫിഗർ നോക്കുക. ഓക്കെ, ഫസ്റ്റ് ഫിഗറിനകത്ത് ഇതിനകത്ത് ഈ ബീക്കറിനകത്തിരിക്കുന്ന സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുകയാണ് തെർമോമീറ്റർ ഉപയോഗിച്ച്. ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ പല ഇൻസ്റ്റൻറ്റുകളിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ, പിന്നെ ഓരോ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലെ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. മെഷർ ചെയ്തിട്ട് ഇതിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓരോ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലുള്ള ടെമ്പറേച്ചറുകൾ മെഷർ ചെയ്ത് അതിൻ്റെ ടോട്ടൽ ടെമ്പറേച്ചർ ആഡ് ചെയ്ത് അതിൻ്റെ ഓരോ ടൈം സ്ലോട്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ടെമ്പറേച്ചർ കിട്ടും. ഓക്കെ, ആവറേജ് ടെമ്പറേച്ചർ കണ്ടുപിടിച്ചു. ഇതാണ് മാക്രോസ്കോപ്പിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാക്രോസ്കോപ്പിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എൻസംബിൾ എന്ന കൺസെപ്റ്റ് ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇതുപോലുള്ള ഈ ഫസ്റ്റ് കാണുന്ന സിസ്റ്റം പോലുള്ള നമ്പർ ഓഫ് സിസ്റ്റംസ്, ഐഡൻറ്റിക്കൽ പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ്. ഇതൊരു സിസ്റ്റം,
ഇതൊരു സിസ്റ്റം, ഇതൊരു സിസ്റ്റം, ഇതൊരു സിസ്റ്റം, അങ്ങനെ ഇതുപോലുള്ള ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ് എടുക്കുക. ഈ കാണുന്ന ഒറ്റ സിസ്റ്റം പോലുള്ള ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ് എടുക്കുക. പക്ഷേ ദേ ആർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ സിസ്റ്റംസ് എടുത്തിട്ട് ഇതിൻ്റെ എല്ലാം ടെമ്പറേച്ചർ അറ്റ് എ ടൈം ഒരേ സമയം മെഷർ ചെയ്യുക. ഇതിൻ്റെ എല്ലാം ടെമ്പറേച്ചർ ഒരേ സമയം മെഷർ ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം എടുക്കുക, ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഡിഫറെൻറ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്തിട്ട് ആ ടെമ്പറേച്ചറിൻ്റെ ആവറേജ് എടുക്കുന്നതും, ഒരു സിസ്റ്റത്തിന് ഐഡൻറ്റിക്കലായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റംസ്, ലാർജ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റംസ് കൺസിഡർ ചെയ്തിട്ട് എടുത്തിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ടെമ്പറേച്ചറും ഒരേ സമയം മെഷർ ചെയ്ത് അതിൻ്റെ ആവറേജ് എടുക്കുന്നതും സെയിം ആണ്. ഓക്കെ, അപ്പം ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റി പല സമയങ്ങളിൽ പല ഇൻസ്റ്റൻറ്റിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സമയങ്ങളിൽ മെഷർ ചെയ്ത് ആവറേജ് എടുക്കുന്നതും, ആ സിസ്റ്റത്തിന് ഐഡൻറ്റിക്കലായിട്ടുള്ള എന്നാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒന്നിലധികം സിസ്റ്റങ്ങളുടെ ടെമ്പറേച്ചർ ഒരേ സമയം മെഷർ ചെയ്ത ശേഷം അവയുടെ ആവറേജ് എടുക്കുന്നതും സെയിം ആണ്. ഇതാണ് എൻസംബിൾ എന്ന കൺസെപ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മാക്രോസ്കോപ്പിക്കലി ഐഡൻറ്റിക്കൽ, ഈ ഓരോ സിസ്റ്റവും എന്ന് പറയുന്നത് എന്താണ്? മാക്രോസ്കോപ്പിക്കലി ഐഡൻറ്റിക്കൽ പക്ഷേ ഇൻഡിപെൻഡൻ്റ് സിസ്റ്റമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എൻസംബിൾ എന്ന്. മനസ്സിലായോ? എൻസംബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? പലതരത്തിലുള്ള എൻസംബിളുകളുണ്ട്. അപ്പം നമ്മുടെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മളിപ്പം എന്ത് സ്റ്റഡി ചെയ്യുമ്പോഴും അതൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ തക്ക വിധത്തിലായിരിക്കും നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഒരുപാട് തരത്തിലുള്ള എൻസംബിളുകളുണ്ട്. നമ്മൾ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന പ്രാക്ടിക്കൽ സിസ്റ്റത്തിനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ കഴിയുന്ന 3 തരം എൻസംബിളുകൾ ആണ് ഉള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഓക്കെ, അതിലൊന്നാമത്തേന്ന് പറയുന്നത് മൈക്രോ കനോണിക്കൽ എൻസംബിൾ, 2 കനോണിക്കൽ എൻസംബിൾ, 3 ഗ്രാൻഡ് കനോണിക്കൽ എൻസംബിൾ. ഇനി ഓരോ തരത്തിലുള്ള എൻസംബിളുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ മൈക്രോ കനോണിക്കൽ എൻസംബിൾ. മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്ന് പറയുമ്പം ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി, വോളിയം, ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി, വോളിയം, അത് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം, നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് n, ഇത്രയും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റത്തിൻ്റെ കൂട്ടത്തെയാണ് മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്ന് വിളിക്കുന്നത്. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി, അത് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇവ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഒന്നിലധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഒരു കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്ന്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു എനർജി ചേഞ്ച് ചെയ്യുന്നില്ല, വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചേഞ്ച് ചെയ്യുന്നില്ല എന്ന്. അപ്പം ഇതിൻ്റെ എനർജി ചേഞ്ച് ചെയ്യാതിരിക്കണമെങ്കിൽ അതിൻ്റെ ഇത് ഇത്രയും ചേഞ്ച് ചെയ്യാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ വോൾസ് എന്ന് പറയുന്നത് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇതായിരിക്കണം അല്ലേ. അപ്പോൾ ഇൻസുലേറ്റിംഗ് വാൾസുകളായിരിക്കണം. ഓക്കെ, അതുപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം പാർട്ടിക്കിൾസ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കണമെങ്കിൽ പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കണം അല്ലേ. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് പാർട്ടിക്കിൾ പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതൊരു ഇംപെർമിയബിൾ വാളായിരിക്കണം അല്ലേ. ഇംപെർമിയബിൾ വാൾ അല്ല എങ്കിൽ എന്ത് പറ്റും? പാർട്ടിക്കിൾസിനെ കടത്തിവിടും. ഇനി എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കണമെങ്കിൽ അതൊരു അഡയബാറ്റിക് വോളായിരിക്കണം. ഡയാതെർമൽ വോളായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ എനർജി എക്സ്ചേഞ്ച് നടക്കും, ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് നടക്കും. ഓക്കെ, അപ്പം മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റത്തിൻ്റെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്ന്. ഇതിൽ ഓരോ എലമെൻറ്റുകളെയും തമ്മിലുള്ള സെപ്പറേറ്റിംഗ് വാൾസ് എന്ന് പറയുന്നത് ഇൻസുലേറ്റിംഗ് ആയിരിക്കണം, ഇംപെർമിയബിൾ ആയിരിക്കണം,
അഡയബാറ്റിക് ആയിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് എനർജി കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഒരു മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൽ ഏതൊക്കെയാണ് കോൺസ്റ്റൻറ്റ്? എനർജി, വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് എനർജി കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ഈ എൻസെമ്പിൾ ആയാലും എന്ത് കാര്യമായാലും പറയുന്നത് എവിടെയാണ് പറയുന്നത്? ഫേസ് സ്പേസിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ് സ്പേസിൽ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റായി നിൽക്കുന്ന ആ പോയിൻറ്റ്സുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്കതിനൊരു സർഫസ് കിട്ടും. ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് എർഗോട്ടിക് സർഫസ് എന്ന്. ഓക്കെ, ഫേസ് സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 6n ഡയമെൻഷണൽ സ്പേസ് ആണ്. മനസ്സിലായി? 6n ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പോൾ ആ ഫേസ് സ്പേസിൽ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സർഫസുകളെ തമ്മിൽ കൂട്ടിച്ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സർഫസ് കിട്ടും. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സർഫസിനെ വിളിക്കുന്ന പേരാണ് എർഗോട്ടിക് സർഫസ് എന്ന്. അതായത് ഇതുപോലെ കിട്ടും നമുക്ക് എർഗോട്ടിക് സർഫസ് എന്ന്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 എർഗോട്ടിക് സർഫസുകൾ കൺസിഡർ ചെയ്യുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എർഗോട്ടിക് സർഫസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൽ മാത്രമാണ് എനർജി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫേസ് സ്പേസിൽ നമ്മൾ 2 എനർജി സർഫസുകൾ കൺസിഡർ ചെയ്യുന്നു. ഇ എന്ന് പറയുന്നതും ഇ പ്ലസ് ഡെൽറ്റ ഇ എന്ന് പറയുന്ന 2 എനർജി സർഫസുകൾ കൺസിഡർ ചെയ്യുന്നു. അപ്പം ഈ സർഫസിനിടയ്ക്ക് ധാരാളം ഫേസ് പോയിൻറ്റ്സ് ഉണ്ട് ഇല്ലേ? ഇതെന്ന് പറയുന്ന ഒരു ഫേസ് സ്പേസ് ആണ്. ഫേസ് സ്പേസിനകത്ത് നിറയെ ഫേസ് പോയിൻറ്റ്സ് ഉണ്ട്. ഈ ഫേസ് പോയിൻറ്റ്സുകൾ തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ട്രാജക്ടറി എന്ന്. ഇതൊക്കെ നമ്മൾ ഫേസ് സ്പേസ് എന്ന് പറയുന്ന ഇതിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഓരോ പോയിൻറ്റും ഫേസ് സ്പേസിൽ ഓരോ പോയിൻറ്റും ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ എൻസെമ്പിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓരോ ഫേസ് പോയിൻറ്റും ഡിഫറൻറ്റ് സിസ്റ്റങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ ഫേസ് പോയിൻറ്റും എന്താണ്? ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഇക്കും ഇ പ്ലസ് ഡെൽറ്റ ഇക്കും ഇടയിൽ ഒരുപാട് സിസ്റ്റമുകളുണ്ട്. ഒരുപാട് ഐഡൻറ്റിക്കൽ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റംസ് ഉണ്ടെന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ഐഡൻറ്റിക്കൽ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് വളരെ ചെറിയ എനർജിയാണ്. അപ്പം വെൻ ഡെൽറ്റ ഇ ടെൻസ് ടു 0, ഡെൽറ്റ ഇ 0യിലേക്ക് അടുക്കുമ്പോൾ, ടെൻസ് ടു 0 മീൻസ് നിയർലി ഈക്വൽ ടു 0 ആകുമ്പോഴത്തേന് എന്ത് പറ്റും? ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു റീജിയനിലെ എനർജി ആൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് ആൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന്, ഡിഫറെൻറ്റ് സിസ്റ്റങ്ങളുടെ എനർജി എന്താണെന്ന് ആൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് കണക്കാക്കാം. ദെൻ ദ നമ്പർ ഓഫ് ഫേസ് പോയിൻറ്റ്സ് ഇൻ ദിസ് പർട്ടിക്കുലർ റേഞ്ച് ഓഫ് എനർജി ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ ഡെൻസിറ്റി ഓഫ് ദി സ്റ്റേറ്റ്. ഇതിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ഈ റീജിയനിൽ നമ്പർ ഓഫ് ഫേസ് പോയിൻറ്റ്സ്, ആ ഫേസ് പോയിൻറ്റിന് അവിടെയുള്ള ഫേസ് പോയിൻറ്റുകളുടെ നമ്പർ ഓഫ് ഫേസ് പോയിൻറ്റ്സ് ഇൻ ദിസ് പർട്ടിക്കുലർ എനർജി റേഞ്ച്, ആ ഒരു എനർജി റേഞ്ചിലെ ഫേസ് പോയിൻറ്റുകളുടെ അതിനെ വിളിക്കുന്ന പേരാണ് എനർജി ഡെൻസിറ്റി ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ റോ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ എനർജി കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ ഇത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ റീജിയനിൽ പുറത്ത് റോ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ റീജിയനിനകത്ത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം എർഗോട്ടിക് സർഫസിൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. റോ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആയിരിക്കും എർഗോട്ടിക് സർഫസിൽ. അപ്പോൾ എർഗോട്ടിക് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിലെ എനർജി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫേസ് സ്പേസിൽ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയി വരുന്ന സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എർഗോട്ടിക് സർഫസ് എന്ന്. എർഗോട്ടിക് സർഫസിൽ 2 സർഫസുകൾ ഇ എന്ന് ഇ പ്ലസ് ഡെൽറ്റ ഇ എന്ന് പറയുന്ന റീജിയൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ റീജിയൻ്റെ ഇടയിൽ ഒരുപാട് ഫേസ് പോയിൻറ്റ്സുകളുണ്ട്. ഈ ഫേസ് പോയിൻറ്റ്സ് ഒരു എൻസെമ്പിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓരോ ഫേസ് പോയിൻറ്റും ഡിഫറൻറ്റ് സിസ്റ്റത്തെ, അതായത് ഐഡൻറ്റിക്കൽ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇവിടെ എനർജി എന്ന് പറയുന്നത് ഇയും ഇ പ്ലസ് ഡെൽറ്റ ഇയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ ചെറുതാണ്. സോ ഈ ഡെൽറ്റ ഇ ടെൻഡിങ് ടു 0 ആണ് എങ്കിൽ ഇതിനിടയിലുള്ള ഇക്കും ഇ പ്ലസ് ഡെൽറ്റ ഇക്കും ഇടയിലുള്ള എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള നമ്പർ ഓഫ് ഫേസ് പോയിൻറ്റ്സിൻ്റെ എന്താണ് ഇപ്പോൾ വോളിയമാണ് എന്തെന്ന് പറയുന്നത്? ഡെൻസിറ്റി ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഡെൻസിറ്റി ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ റീജിയനിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ റീജിയൻ്റെ പുറത്ത് അത് 0 ആയിരിക്കും. ഓക്കെ,
ഇത്രയാണ് മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ടത്. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് കാനോണിക്കൽ എൻസെമ്പിളുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ, വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ടെമ്പറേച്ചറും വോളിയവും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റങ്ങളെ വിളിക്കുന്ന പേരാണ് കാനോണിക്കൽ എൻസെമ്പിളുകളെന്ന്. ഓക്കെ, കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ എനർജി എന്താണ്, കോൺസ്റ്റൻ്റ് അല്ല എന്ന് മനസ്സിലായി അല്ലേ? എനർജി അവിടെ കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ എനർജി കോൺസ്റ്റൻ്റ് അല്ല, പക്ഷേ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എനർജി കോൺസ്റ്റൻ്റ് അല്ല എങ്കിൽ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും അല്ലേ? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയാതെർമൽ വാൾ യൂസ് ചെയ്യണം. അപ്പം ഡയാതെർമൽ വാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിടയിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുകയും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകാൻ സഹായിക്കുകയും ചെയ്യും. ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് നടന്ന് എല്ലായിടത്തെയും ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആയി മാറും. ഇനി ഇവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ ഇംപെർമിയബിൾ വാൾസ് ആയിരിക്കണം, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ലേ? പാർട്ടിക്കിൾസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇംപെർമിയബിൾ വാളായിരിക്കണം. സോ ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് എനർജി ബട്ട് നോട്ട് പാർട്ടിക്കിൾസ്. ഇൻ ദ കേസ് ഓഫ് കാനോണിക്കൽ എൻസെമ്പിൾ ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് എനർജി ബട്ട് നോട്ട് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എനർജി എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പം ടെമ്പറേച്ചറും വോളിയവും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? കാനോണിക്കൽ എൻസെമ്പിൾ എന്ന്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അതുകളെ ഓരോ എലമെൻസുകളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപെർമിയബിൾ ഡയാതെർമൽ വാളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡയാതെർമൽ വാൾ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം എന്ത് സംഭവിക്കും? പരസ്പരം ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുകയും ഓരോ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ എലമെൻറ്റിൻ്റെയും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ ആണ്. ഇവിടെ ഇതിനകത്ത് തന്നെ മനസ്സിലാവും നമുക്ക്, ഇതിനകത്ത് എനർജി കോൺസ്റ്റൻ്റ് അല്ല, പിന്നെ എന്തും കോൺസ്റ്റൻ്റ് അല്ല, നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ എനർജിയും പാർട്ടിക്കിളും എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന എൻസെമ്പിളുകളാണ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിളുകൾ എന്ന് പറഞ്ഞാൽ. എനർജിയും പാർട്ടിക്കിളും എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന എൻസെമ്പിളുകളെ വിളിക്കുന്ന പേരാണ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിളുകളെന്ന്. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് ടെമ്പറേച്ചർ, വോളിയം ആൻഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. അപ്പം എനർജി കോൺസ്റ്റൻ്റ് അല്ല, അപ്പോൾ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് നടക്കണം. ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ട് ഡയാതെർമൽ വാൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റൻ്റ് അല്ല, അപ്പോൾ നമുക്ക് ഇംപെർമിയബിൾ വാൾ മാറ്റിയിട്ട് പെർമിയബിൾ വാൾസ് യൂസ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇംപെർമിയബിൾ വാൾസ് മാറ്റിയിട്ട് പെർമിയബിൾ മെംബ്രെയിൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഫോർ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻസെമ്പിൾസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം എൻസെമ്പിളുകൾ 3 തരം എൻസെമ്പിളുകളുണ്ട്. മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൽ എനർജിയും വോളിയവും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കോൺസ്റ്റൻ്റ് ആണ്. എനർജി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സർഫസുകൾ, ഫേസിലുള്ള സർഫസിനെ വിളിക്കുന്ന പേരാണ് എർഗോട്ടിക് സർഫസ് എന്ന്. എനർജിയും വോളിയവും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കോൺസ്റ്റൻ്റ് ആയത് കാരണം ഇതിനെ ഒരു ഇൻസുലേറ്റിംഗ്, ഇംപെർമിയബിൾ, അഡയാബാറ്റിക് വാൾസ് വെച്ചാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് കനോണിക്കൽ എൻസെമ്പിളാണ്. കനോണിക്കൽ എൻസെമ്പിളിൽ എനർജി എക്സ്ചേഞ്ച് നടക്കുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഡയാതെർമൽ വാളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ചെയ്ത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകാൻ സഹായിക്കുന്നു. സോ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇംപെർമിയബിൾ ഡയാതെർമൽ വാളാണ്. അടുത്തത് ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളാണ്. എനർജിയും പാർട്ടിക്കിൾസിനെയും എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന എൻസെമ്പിളുകളെ വിളിക്കുന്ന പേരാണ് ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ എന്ന്. ഇവിടെ ടെമ്പറേച്ചറും വോളിയവും കെമിക്കൽ പൊട്ടൻഷ്യലുമാണ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത്. ഇവിടെ ഓരോ എലമെൻസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയാതെർമൽ പെർമിയബിൾ മെംബ്രെയിൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്.